ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സെൻറ്റൻസ് എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് നമുക്ക് എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അതിന് വേണ്ടുന്ന കുറച്ച് ടിപ്സായിട്ടാണ് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത്. നോക്കാം. ഹിന്ദി മേ വാക്യ സീഖന ആസാൻ ഹോ സക്താ ഹെ. ഹിന്ദിയിൽ ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്താണ് വാക്യക്ക് മുഖ്യ ഭാഗ് സംശി. ആദ്യമായിട്ട് നമുക്കൊരു സെൻറ്റൻസിൽ എത്ര പാർട്സ് ഉണ്ട്, ഏതെല്ലാം ഭാഗങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കൊരു സെൻറ്റൻസ് മേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നോക്കാം. വാക്യമേ മുഖ്യ റൂപ് സെ 3 ഭാഗ് ഹോത്തെ ഹെ. ഒരു സെൻറ്റൻസിൽ പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണുള്ളത്. ഏതെല്ലാമാണ്? കർത്ത, ക്രിയ, കർമ്മ. അതായത് സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്. ഇനി എന്താണ് സബ്ജക്റ്റ്? അതായത് എന്തിനെയാണ് നമ്മൾ കർത്ത എന്ന് പറയുന്നത്? ജോ കാം കർത്ത ഹേലെ. ആരാണോ പ്രവൃത്തി ചെയ്യുന്നത് ആ വ്യക്തിയാണ് അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ സബ്ജക്റ്റ് അല്ലെങ്കിൽ കർത്ത എന്ന് പറയുന്നത്. ഇനി എന്താണ് ക്രിയ? ജോ കാം ഹോത്ത ഹേലെ, ഒരു ആക്ഷനാണ്. അതിനെയാണ് നമ്മൾ വെർബ് അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യുന്നതിനെയാണ്, ആ ഒരു പ്രവൃത്തിക്കാണ് നമ്മൾ വെർബ് എന്ന് പറയുന്നത്. ഇനി എന്താണ് കർമ്മ? അതായത് ഒബ്ജക്റ്റ് എന്താണ്? ജിസ് പർ കാം ഹോത്ത ഹെ. ആ ഒരു പ്രവൃത്തി എന്തിനെയാണോ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലെ, ഏതൊരു കാര്യത്താലാണോ ആ ഒരു പ്രവൃത്തി ചെയ്യപ്പെടുന്നത്, അതാണ് ഇവിടെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കർമ്മ എന്ന് പറയുന്നത്. കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. രാം പഠിത്താ ഹെ, അല്ലെ, രാമൻ പഠിക്കുന്നു അല്ലെങ്കിൽ രാമൻ വായിക്കുന്നു. ഇവിടെ രാം എന്ന് പറയുന്നത് കർത്ത, അതായത് സബ്ജക്റ്റാണ്. പഠിത്താ ഹെ എന്നുള്ളത് ക്രിയ, അതായത് വെർബാണ്. അപ്പോൾ രാമൻ പഠിക്കുന്നു, അവിടെ രാം എന്നുള്ളത് സബ്ജക്റ്റാണ്, അവിടെ പ്രവൃത്തി ചെയ്യുന്ന ആളാണ് രാം. പഠിത്താ ഹെ എന്നുള്ളത് വെർബാണ്, അവിടെ ഒരു ക്രിയ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി നടക്കുന്നു. അതാണ് ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പം രാം പഠിത്താ ഹെ, രാമൻ പഠിക്കുന്നു. ഇനി നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. വോ സേബ് ഖാത്താ ഹെ. ഇവിടെ വഹ് എന്ന് പറയുന്നത് എന്താണ്? കർത്ത. സേബ് എന്ന് പറയുന്നത് കർമ്മാണ്. ഖാത്താ ഹെ എന്ന് പറയുന്നത് ക്രിയ, അതായത് അവൻ ആപ്പിൾ കഴിക്കുന്നു. ഇവിടെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, അതാണ് വഹ്. സേബ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റാണ്, അതാണ് കർമ്മ. ഖാത്താ ഹെ എന്നുള്ളത് ക്രിയ, അതാണ് ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രവൃത്തി. അപ്പോൾ അവൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? ഒരു ആപ്പിൾ കഴിക്കുന്നു. ഇവിടെ ഒരു സബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റ്, ഒരു വെർബ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു സെൻറ്റൻസ് ആയിട്ട് മാറുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒരു സെൻറ്റൻസ് എന്തെല്ലാം ഭാഗങ്ങളുണ്ട് ഒരു സെൻറ്റൻസിൽ? ഇത് 3 കൂടി ചേരുന്നതാണ് നമ്മളൊരു സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സെൻറ്റൻസ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു വാക്യം ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമല്ലേ?